ബിഫോർ വി ഗെറ്റ് ഇൻ ടു ടുഡേസ് വീഡിയോ, ഇപ്പോൾ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് കോളേജിലേക്ക് ബിഗിൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു യൂസ്ഫുൾ ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇയറിന്റെ കൺസെപ്റ്റ്സ് പറഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ആണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ തേർഡ് ഇയറിലാണ്. നമ്മളിപ്പോൾ പോസ്റ്റിങ്ങിന് പോകുന്ന ടൈമിലായാലും പോലും നമുക്ക് സാർമാർ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴേക്കും അവർ പറയും, ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ അനാട്ടമി പഠിച്ചതല്ലേ എന്നുള്ള രീതിക്ക് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ കൺസെപ്റ്റ്സ് എപ്പോഴും തറുവാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റിലേക്കാണ് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയി പഠിച്ചു തുടങ്ങിയത്. ഞാൻ ഇതിനു മുമ്പ് ഉള്ള MBBS റിയൽ വേഴ്സസ് റിയാലിറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തുടക്കത്തിലൊന്നും ഒരു ഓറിയന്റേഷനും കിട്ടിയിട്ടില്ല. അതായത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, മോറോവർ എങ്ങനെയാണ് ഇത് എക്സാമിന് റിപ്രസെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം നമ്മൾ സ്ട്രക്ചേർഡ് ആയ രീതിയിൽ കീ പോയിന്റ്സ് വരാതെയാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ MCQ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് പാരഗ്രാഫിൽ ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഈ MBBSന്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ലൈക്ക് ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ആ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ആയ ടൈമിലാണ് ഞാൻ ഫോവിയ പറയുന്ന ആപ്പ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോവിയനെ കുറിച്ച് ലൈക്ക് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാൻ മതിയോ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ നമ്മുടെ തന്നെ ഇപ്പൊ ഗ്രാജുവേറ്റ് ആയ സീനിയേഴ്സിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഫോവിയ എന്ന് പറയുന്നത്. ഫോവിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ മലയാളം മെഡിക്കൽ ലേണിംഗ് ആപ്പാണ്. ഇപ്പൊ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ തന്നെ ലൈക്ക് നമുക്ക് മലയാളത്തിൽ കൺസെപ്റ്റ്സ് കിട്ടുന്നില്ല സുഖം. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സ് ആയ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇത് മൂന്നും നിങ്ങൾക്ക് മലയാളത്തിൽ അവർ കൺസെപ്റ്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് ഒരിക്കലും ലൈക്ക് ഒരു പ്രൊമോ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഞാൻ യൂസ് ചെയ്തൊരു സാധനം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇയറിലുള്ള അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജിയിൽ അനാട്ടമി ഇരുന്ന് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ ഈ അനാട്ടമിയിലൊക്കെ ലൈക്ക് എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ ഒരു രീതിയിലല്ല പ്രസന്റ് ചെയ്യുന്നത്, ഡയഗ്രാം ഇല്ലാതെ ക്ലിനിക്കൽ കോറിലേഷൻ, ഇപ്പൊ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ തപ്പി വരിക. ഇപ്പൊ ഈ നീറ്റ് PG പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്ത് MCQ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിയും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ആ തിയറി ഫോക്കസ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ്. ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് കേട്ടോ ഫോവിയ. കാരണം ക്ലാസ്സസ് ഒക്കെ മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ലൈക്ക് നിങ്ങൾ കുറെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ലൈക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് വാങ്ങുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കോളേജിലാണോ പോകുന്നത് അവിടുത്തെ സീനിയേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് ബുക്ക് വാങ്ങുന്നേക്ക് നന്നാവുക. ഈ സ്റ്റാൻഡേർഡ് ബുക്സ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ എക്സാം ടൈമിൽ നിങ്ങൾ അധികവും റിഫർ ചെയ്യാൻ നിങ്ങളുടെ നോട്ട്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഫോവിയയിൽ ഇപ്പൊ നിങ്ങൾ ഒരു 30 to 40 മിനിറ്റ്സിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ECG പോലുള്ള ഒരു വലിയ ടോപ്പിക് പോലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ എങ്ങനെയാണോ നിങ്ങൾ എക്സാമിന് റിപ്രസെന്റ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് അവർ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ഈ ഒരു വീഡിയോസിന്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ നോട്ടും വെച്ച് കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്ര ടൈമിന്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സേവ് എ ലോട്ട് ഓഫ് ടൈം. റെക്കോർഡഡ് മലയാളം ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, ഷെഡ്യൂൾ പ്രോഗ്രാം, ഡയഗ്രാം കളക്ഷൻ, MCQ ബാങ്ക്, MCQ എക്സാംസ്, പ്രാക്ടിക്കൽ എക്സാംസ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഇതിനൊക്കെ പുറമെ ദേ ഹാവ് എ 1-to-1 മെന്റർഷിപ്പ്. അതായത് നമ്മുടെ സീനിയേഴ്സിൽ ഒരാൾ തന്നെയായിരിക്കും നമ്മുടെ മെന്റർ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ കാര്യമായാലും നമുക്ക് ആ ടോപ്പിക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ അതല്ല സ്ട്രെസ് ഷെയർ ചെയ്യണമെങ്കിൽ സ്ട്രെസ് ഷെയർ ചെയ്യുക. ആൻഡ് മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ഡെയിലി ഡിസ്കഷൻസ് നടക്കും. ഫിസിയോളജിന്റെ കേസിൽ നിങ്ങൾക്ക് കുറെ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ബുക്സ് അവൈലബിൾ ആണ്. ഡയഗ്രാം നല്ല ഇമ്പോർട്ടന്റ് ആണ് ഫിസിയോളജിക്ക്. അപ്പൊ എവിടുത്തെ ഡയഗ്രാം വരയ്ക്കണം, ഏത് വരച്ചാലാണ് കൂടുതൽ സ്കോർ കിട്ടുക എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിനുള്ള എന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സൊല്യൂഷൻ ആയിരുന്നു ഫോവിയന്റെ ഡയഗ്രാം കളക്ഷൻ. ഈ കളക്ഷൻസിൽ ഓരോ സിസ്റ്റത്തിനും ഇമ്പോർട്ടന്റ് ആയി പഠിച്ചിരിക്കേണ്ട ഡയഗ്രാംസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവരുടെ നോട്ടബിൾ ആയ വേറൊരു ഫീച്ചറാണ് ഇന്റേണൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിന്റെയും ആവറേജ് എക്സാംസിന്റെ പേപ്പർ അവർ നമുക്ക് ആപ്പ് വഴി അവൈലബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ സിമിലർ ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ പറ്റും. ആവറേജ് എക്സാം ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു 1-stop സൊല്യൂഷൻ ആണ് ഫോവിയ. ഞാൻ ലാസ്റ്റിലേക്ക് ഡിസ്കവർ ചെയ്തൊരു ആപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിലേ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തുടക്കത്തിലേ ഇത് പഠിച്ചു പോവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിമിന്റെ പ്രോബ്ലം വരുന്നില്ല. ആൻഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട് ഫോവിയ or purchasing it, check out the link and contact number in my description. So now let's get into the law. It's me Radhika Diju, third year MBBS student, Calicut Medical College. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഹോസ്റ്റലിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ സെർമണി നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ സീനിയേഴ്സ് ഗ്രാജുവേഷൻ. ലാസ്റ്റ് ഇയർ 61st ബാച്ചിന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. ആൻഡ് നമ്മുടെ ബാച്ച് ആയിരുന്നു അതിന് ഇൻചാർജ്. ഈ ഇയർ 62nd, അപ്പോൾ 66th ബാച്ചാണ് ഇൻചാർജ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇയർ നല്ല സുഖമാണ്, കാരണം നമുക്ക് ജസ്റ്റ് അവിടെ പോയി ഫുഡ് കഴിച്ച് വന്നാൽ മതി. ലാസ്റ്റ് ഇയർ ഫസ്റ്റ് തൊട്ടേ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഷെയർ ചെയ്യാം. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പരിപാടി ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻലി അവിടെ പോകുന്നത് ഒന്നാമത് CMC ഫുള്ള് ലൈറ്റിൽ കുളിച്ച് കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പം ലൈക്ക് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ കുറേ സ്പോട്ട്സ് ഉണ്ടാവും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നുള്ളത് പറഞ്ഞാൽ ഫുഡ്.
അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ഇപ്പം അധികം ആരും ഇല്ല. കാരണം എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ ആണ്, ഇന്ന് മൺഡേ ആണ്. ബട്ട് ഇന്ന് മഴയൊക്കെ ആയിട്ട് ലീവാണ്. അപ്പോൾ ആരും നാട്ടിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്നത് പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് ആക്ച്വലി. കാരണം ഇത് എൻ്റെ റൂമിനെക്കാട്ടും ക്ലീനാണ്. ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കാത്തതിനോണ്ട് റൂമൊന്നും അധികം ടേക്ക് കെയർ ചെയ്യാറില്ല. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് അവസാനം എനിക്ക് ഇതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയ റൂം. ഞാനും എൻ്റെ ഈ ഫ്രണ്ടും കൂടി കോമ്പി ചെയ്യാറുണ്ട്. അപ്പോൾ റമീസൻ്റെ റൂമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് വെൽ മെയിൻറ്റെയിൻഡ് കമ്പയർഡ് ടു മൈൻ. അപ്പോൾ ഹോസ്റ്റലിൽ ഓൾറെഡി നമ്മുടെ ബാച്ചിലെ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ബാച്ചിലുള്ള കുറച്ച് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നത്തിങ് മച്ച്, ഐ നീഡ് ടു ഗെറ്റ് ഡ്രസ്ഡ്, ഗോ ദേ, കുറച്ച് അടിച്ച് പൊളിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ, എന്നിട്ട് ഫുഡ് കഴിക്കാം. സോ ലെറ്റ്സ് ഗോ. ഒരു റൈൻസ്റ്റോൺ ടോപ്പാണ് ഞാൻ ഇടാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ കുറേ കാലമായി വാങ്ങി വെച്ചിട്ട് ഞാൻ എവിടേക്കും ഇടുന്നില്ല. ഇതിൻ്റെ എൻഡിങ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ലൈക്ക് ഫുൾ കണ്ടോ ഫെദേഴ്സ് ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സേ ഹായ്. ആക്ച്വലി ഡ്രോപ്പ് ചെയ്തിട്ട് MBBSലേക്ക് വന്ന ആളാണ് റൈസീന. സേ ഹായ്. ബാച്ച് ഇൻചാർജ്. എങ്ങനെ പോകുന്ന പരിപാടി? നിങ്ങൾ നടത്തിയതുകൊണ്ടിരിക്കില്ലേ? പക്ഷെ ഞങ്ങള് നടത്തേണ്ട അത്ര പോരാ. റീസൺ വൈ വി ആർ ഹിയർ. നമ്മുടെ റെപ്പ് സ്വാതി. എന്റെ കോസ്റ്റ്യൂം 10ൽ എത്ര റേറ്റ് ചെയ്യും? എന്താണ് തോന്നുന്നത് ഗ്രാജുവേറ്റ് ആയിട്ട്? വാസ് ഇറ്റ് വർത്ത് ഇറ്റ്? ആണ്. പ്രൗഡ്. എന്താ? ഓ നനഞ്ഞ് കുളിച്ച് ഹായ് പറയൂ. എല്ലാവരും പറയൂ. ഹായ് പറയൂ. എങ്ങനെയുണ്ട് ഡ്യൂട്ടി ഒക്കെ? എങ്ങനെയുണ്ട്? ഹായ് പറയൂ. രാധിക സ്പീഡിങ് അപ്പ്. അതെ. ബൈ.